ചൈനയ്ക്ക് ഇച്ഛാശക്തിയും ധൈര്യവും ഇല്ല എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഹോർമസ് കടലിടുക്ക് തുറക്കാനുള്ള ധൈര്യമോ ഇച്ഛാശക്തിയോ ചൈനയ്ക്ക് ഇല്ല എന്ന് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കുകയും എന്നാൽ ഇതിന് ശക്തമായ പ്രതികരണവും ചൈന നൽകിയിരിക്കുകയാണ്. ചൈന പറയുന്നത് ഹോർമസ് കടലിടുക്ക് തുറന്നു കിടക്കുകയായിരുന്നു, അത് അടച്ചത് നിങ്ങളാണ്, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ തുറക്കുക എന്ന കാര്യമാണ് ചൈന പറഞ്ഞിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ട്രംപിന് അല്ലെങ്കിൽ അമേരിക്കക്ക് ഇത് തുറക്കാൻ കഴിയില്ലെന്നും ചൈനയുടെ സഹായത്തോടെ മാത്രമേ സാധ്യമാകൂ എന്നും അമേരിക്ക വിശ്വസിക്കുകയാണ്. ചൈന ഈ വിഷയത്തിൽ തീർച്ചയായും സൈനികമായ ഇടപെടലിലൂടെ ആയിരിക്കില്ല തുറക്കുക എന്നത് അമേരിക്കക്ക് അറിയാം. കാരണം ചൈനയും ഇറാനും തമ്മിൽ അത്രമാത്രം ശക്തമായ ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബന്ധം ഉപയോഗപ്പെടുത്തി ഇറാന് ഇതിൽ നിന്ന് പിന്മാറാൻ പ്രേരിപ്പിക്കാനുള്ള തന്ത്രമാണ് യഥാർത്ഥത്തിൽ അമേരിക്ക ശ്രമിക്കുന്നത്. പക്ഷേ അത്തരം നീക്കങ്ങളെ മുൻകൂട്ടി ചൈന മനസ്സിലാക്കുകയും എന്താണ് ഹോർമുസ് കടലിടുക്കിൽ നടക്കാൻ പോകുന്നതെന്നും ഇതിന്റെ അനന്തര ഫലങ്ങൾ എന്തൊക്കെയാണ് മേഖലയിലും അമേരിക്കൻ രാഷ്ട്രീയ രംഗത്തും സൈനിക രംഗത്തും ഉണ്ടാകാൻ പോകുന്നത് എന്നും ചൈന നന്നായി കണക്ക് കൂട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കടലിടുക്ക് തൽക്കാലം അടഞ്ഞിരിക്കുക എന്ന് തന്നെയാണ് ചൈനയുടെ താല്പര്യം. എന്നാൽ ഈ ചൈനയെ ഉപയോഗപ്പെടുത്തി എങ്ങനെയെങ്കിലും ഹോർമുസ് കടലിടുക്ക് തുറക്കാനുള്ള ശ്രമമാണ് ട്രംപ് നടത്തുന്നത്. എന്തായാലും ഇറാൻ ഈ കാര്യത്തിൽ വലിയ രീതിയിൽ തന്നെ വിജയിച്ചിട്ടുണ്ട്. ഇത് അടക്കാനുള്ള കാരണം അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ആവശ്യമില്ലാത്ത സൈനിക ഇടപെടലാണ്, നിയമവിരുദ്ധമായ സൈനിക നീക്കങ്ങളാണ്. അതുകൊണ്ട് ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം, ലോകത്തോട് സമാധാനം പറയേണ്ട ഉത്തരവാദിത്വം അമേരിക്കക്കാണുള്ളത്. എന്നാൽ ബലമായി ഹോർമുസ് തുറക്കാൻ അമേരിക്കക്ക് വരാനുള്ള അവസരമുണ്ട്, അതിനുള്ള മറുപടികൾ ഞങ്ങൾ തരുമെന്നാണ് ഇറാൻ പറയുന്നത്. പക്ഷെ അത്തരത്തിലുള്ളൊരു ഇച്ഛാശക്തിയും ധൈര്യവും ഇല്ലാത്തത് അമേരിക്കക്കാണ് എന്ന കാര്യം വ്യക്തമാണ്. ചൈനയല്ലല്ലോ ഇതിൽ ഇടപെട്ടത്, അമേരിക്കയാണ്. അതുകൊണ്ട് തന്നെ അത് പരിഹരിക്കാനുള്ള നീക്കം നടത്തേണ്ടതും അമേരിക്ക തന്നെയാണ്. മാത്രമല്ല ചൈന നൽകിയ മറുപടിയിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെയുണ്ട്. ലോകം മുഴുവൻ പ്രതിസന്ധിയിലാകുന്ന രീതിയിൽ ഈ സൈനിക ഇടപെടൽ നടത്തുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം, ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടക്കാനുള്ള സാധ്യത ഉണ്ടെന്നും എന്നാൽ അങ്ങനെ അടച്ചു കഴിഞ്ഞാൽ ലോകത്തെ രക്ഷിക്കാൻ എന്ത് നീക്കം നടത്താൻ അമേരിക്കക്ക് സാധിക്കുമെന്നും ചിന്തിക്കാതെയാണോ ഇത്തരം ഒരു സൈനിക നീക്കം നടത്തിയത്? ഇതിന് അമേരിക്ക ലോകത്തോട് മറുപടി പറയണം. ലോകം ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഊർജ പ്രതിസന്ധിയുടെ പ്രധാനപ്പെട്ട കാരണം അമേരിക്കയാണെന്നും ലോകത്തിനു മുന്നിൽ മാപ്പ് പറയേണ്ടതും ഈ അനാവശ്യ യുദ്ധത്തിൽ നിന്ന് കയറി പോകേണ്ട ഉത്തരവാദിത്വവും അമേരിക്കക്കാണുള്ളത്. അല്ലെങ്കിൽ ധൈര്യവും ഇച്ഛാശക്തിയും ഉപയോഗപ്പെടുത്തി ഹോർമുസ് തുറക്കുകയാണ് വേണ്ടത്. അതിന് കഴിയില്ല എങ്കിൽ യുദ്ധം നിർത്തി കയറിപ്പോകണമെന്നാണ് ചൈന പറഞ്ഞ ഈ വാക്കുകളുടെ ഉദ്ദേശം.